CPM നേതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടു. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം, അല്ലേ? ഏതായാലും ഈ സംഭവങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM തീരുമാനം എന്നുള്ളതാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അല്പസമയം മുൻപ് പറഞ്ഞത്. ഇത് ആസൂത്രിതമായി മന്ത്രിയെ അപായപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം KSU സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് CPMന്റെ ആരോപണം. ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി എത്തി ആരോഗ്യമന്ത്രിയെ കാണും. ഇപ്പോൾ ICUവിലേക്ക് ആരോഗ്യമന്ത്രിയെ മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴുത്തിൻ്റെ പരിക്ക് ഡോക്ടർമാർ പരിശോധിച്ച് തുടർന്ന് നേരത്തെ എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി മന്ത്രിയെ മാറ്റിയിരുന്നു. ഇപ്പോൾ ICUവിലേക്ക് മന്ത്രിയെ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് ICUവിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതൊരു ആസൂത്രിതമായ ശ്രമമാണ്, ആസൂത്രിതമായ ഒരു പ്രതിഷേധം മന്ത്രിയെ അപായപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെ നടത്തിയതാണ് എന്നുള്ളതാണ് CPM ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത്. ഇന്ന് ഈ കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ, അതായത് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം, പെരിങ്ങോം ആശുപത്രിയുടെ ഉദ്ഘാടനം തുടങ്ങി വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മന്ത്രി എത്തിയത്. ആ എത്തുന്ന സമയത്താണ് KSU പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാകുന്നത്. ആ 1ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് ആ നിലയ്ക്ക് മന്ത്രി അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തതോടുകൂടി ആ സമയത്താണ് പോലീസ് മന്ത്രിക്ക് ഒരു സുരക്ഷാ കവചം ഒരുക്കുന്നത്. ആ സമയത്താണ് ഈ KSU പ്രവർത്തകരും പോലീസും ഒക്കെ ഉള്ള ഒരു കുന്തും തള്ളും അവിടെ ഉണ്ടാകുന്നു. അതിനിടയിൽ മന്ത്രിക്ക് പരിക്കേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴുത്തിനും കൈക്കുമാണ് മന്ത്രിക്ക് പരിക്കേറ്റിട്ടുള്ളത്. ആ കഴുത്തിനേറ്റ പരിക്ക് കുറച്ച് സാരമാണ് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം മന്ത്രി വന്ദേ ഭാരത് ട്രെയിനിൽ പോകുന്നതിന് വേണ്ടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്ന് തനിക്ക് വയ്യ, ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് മന്ത്രി പറയുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരോട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് പ്രകാരമാണ് പിന്നീട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം മന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. ജില്ലാ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ ഇപ്പോൾ ഏതായാലും ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ പരിശോധിച്ച് ഇപ്പോൾ അല്പസമയം മുൻപ് ICUവിലേക്ക് മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. എക്സ്റേ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചതിന് ശേഷമാണ് ICUവിലേക്ക് മാറ്റിയത്. കഴുത്തിൻ്റെ പരിക്ക് കുറച്ച് സാരമായ പരിക്ക് എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ KSU പ്രവർത്തകർക്കിടെ വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം മാറിയിരുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ KSUവിൻ്റെ ഈ പ്രതിഷേധത്തിനെതിരെ ഏതായാലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് CPIMൻ്റെയും ഒപ്പം തന്നെ DYFI, SFI തുടങ്ങിയ സംഘടനകളുടെയും എല്ലാം തന്നെ തീരുമാനം. അവർ ആ നിലയ്ക്ക് കണ്ണൂർ നഗരത്തിൽ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. കാരണം ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾക്കായി എത്തിയ മന്ത്രിയെ നേരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 5ഓളം ഇടങ്ങളിൽ ഇന്ന് മന്ത്രിക്കെതിരെ കരിങ്കൊടി ഉണ്ടായിരുന്നു. ആ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അത് സ്വാഭാവികമായി നടക്കുന്നതാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് കായികമായി മന്ത്രിയെ നേരിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രിക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിരുവിട്ട പ്രതിഷേധമായി അത് മാറി എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPM ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും ആ നിലയ്ക്ക് മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം, അത്തരം നീക്കങ്ങളൊന്നും തന്നെ വെച്ച് പുറപ്പിക്കില്ല. അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് CPM അവരുടെ നിലപാടായി CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് CPMൻ്റെ തീരുമാനവും. ഏതായാലും ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ICUവിലേക്ക് മന്ത്രിയെ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി മന്ത്രിയെ കാണും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ വളരെ ഗൗരവമായൊരു കാര്യമുണ്ട്. കാരണം ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. ആ നിലയ്ക്ക് ഇന്നിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 6 ഇടങ്ങളിലോളം ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി വീണ് കരിങ്കൊടി കാണിച്ചിരുന്നു. ആ കരിങ്കൊടി കാണിച്ച സമയത്ത് പോലീസ് അവിടുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളെ ഒന്നും ആരും എവിടെയും തടഞ്ഞില്ല. ആകെ ഉണ്ടായത് ഈ പെരിങ്ങോത്ത് ഇത്തരത്തിൽ ഈ പ്രതിഷേധം അതിരുവിട്ട് പോകുന്നു. മന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് DYFI പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കായികമായി മന്ത്രിയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സാഹചര്യം പോകുമ്പോൾ സ്വാഭാവികമായും അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്.